പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധന ഏറ്റവും അർത്ഥപൂർണമാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്. ദൈവമാവുന്ന പിതാവിന് ദൈവം നമുക്ക് തന്ന പുത്രത്വത്തിന്റെ ആത്മാവുണ്ട്. ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധി ആത്മാവാണ്. ആ പരിശുദ്ധി ആത്മാവിനാൽ പിതാവായ ദൈവത്തിനെ ആരാധിക്കുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. ഈ 4 ഭിത്തികളിനകത്ത് ഒതുങ്ങുന്നതല്ല ആരാധന. ഈ ഒരു മർമ്മം ഉണ്ടല്ലോ, ഈ 4 ഭിത്തികൾക്കകത്ത് ഒതുങ്ങുന്നതല്ല എന്നുള്ളൊരു മർമ്മം നിന്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കാണ് ആരാധിക്കുന്നവനും ആരാധ്യപുരുഷനുമായ ക്രിസ്തുവും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാവുന്നത്. ഇന്ന് നാം ആരാധിക്കേണ്ടത് ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കണം. ഇന്ന് നാം ആരാധിക്കേണ്ടത് ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കണം. ഇന്ന് പലക്കാലം ആരും നിർബന്ധത്തിൽ ആരാധിക്കേണ്ട. അതിനകത്തിൽ ആരാധിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവമായുള്ള ബന്ധത്തിൽ യേശുവിന്റെ സ്നേഹം ഉള്ളിനകത്ത് അങ്ങോട്ട് കയറിയിട്ട് ദൈവാത്മാവിനാൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് പാട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ധ്യാനിച്ച് ചില വരികൾ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തെ ധ്യാനിച്ച് വരികളുടെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ചുമ്മാ പാടുവാനല്ല. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങണം. വലിയ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, സ്നേഹമാധുര്യം ചിന്താതിരാമേ, സ്നേഹമാധുര്യം ചിന്താതിരാമേ. ആയത്രയാണമേ യേശുവിൻ സ്നേഹമേ, ആയത്രയാണമേ ശത്രു
അതുല്യ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊന്നുമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊന്നുമേ, തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്രേ. ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ, ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ, ആയതിജ്ഞാനമേ ജീവിത ഭാഗ്യമേ, ആയതിജ്ഞാനമേ ജീവിത ഭാഗ്യമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊന്നുമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊന്നുമേ, തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവം തന്റെ ക്രൂശിൽ തന്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഒരിഞ്ഞു, നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. ദൈവം നമ്മളെ സ്നേഹിച്ചു. അവന്റെ സ്നേഹത്തെ നമുക്കൊന്ന് ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുന്നേ? നമുക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുന്നേ? ദൈവം നമുക്ക് എന്തെങ്കിലും തന്നിട്ടല്ല പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടല്ല. യേശു നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം അവന്റെ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഊറ്റി തന്നതാണ്. അതിനെ ഓർത്ത് ദൈവത്തോട് സന്നിധി നമുക്കൊന്നായിരിക്കാമോ? ദൈവത്തോടൊന്ന് പറയാമോ, കർത്താവേ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന്? ഓ ഹല്ലേലൂയ. എത്ര നാളായി പ്രിയമുള്ളവരെ നമ്മളൊന്ന് പറഞ്ഞിട്ട് ഒന്ന് പറയാമോ, കർത്താവേ ഞാൻ നിന്നെ ആഴമായി സ്നേഹിക്കുന്നു, നിങ്ങളിൽ നിന്ന് ഒത്തിരി നന്മ ഞാൻ പ്രാപിച്ചിട്ടുണ്ട് കർത്താവേ, അതിനൊന്നും പകരമല്ല. എന്നാലും കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആത്മാർത്ഥമായി ചങ്ക് തകർന്നൊന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. നീ എന്നെ സ്നേഹിച്ചതിന് നന്ദിയെന്ന് കർത്താവിനോടൊന്ന് പറയാൻ പറ്റുമോ? കണ്ണുനീരോടെ ദൈവസന്നിധിയിലൊന്ന് പറയാൻ പറ്റുമോ? എത്ര പേർക്ക് ഇന്ന് പലക്കാലം ഓ ഹല്ലേലൂയ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ദൈവമേ നിന്റെ സ്നേഹത്തിൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന്? പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹത്തെ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ മാറ്റുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.